നമസ്കാരം. ബി സന്ധിക്കും പോലീസിനുമെതിരെ നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ നടി മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണമായാണ് നടൻ ദിലീപ് ഇന്ന് രംഗത്ത് വന്നത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. മഞ്ജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചതെന്നും നടൻ പറഞ്ഞു. അതിന് അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നുവെന്ന് ദിലീപ് പറഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന. പ്രത്യേക അന്വേഷണ സംഘ തലവനായിരുന്ന ബി സന്ധിക്കും കൂട്ടർക്കുമെതിരെയാണ് പ്രധാനമായും ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്നാണ് വിവരം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ദിലീപ് ഇപ്പോൾ പോലീസിനെതിരെയും തിരിയുന്നത്. തനിക്കെതിരെ ഏകപക്ഷീയമായ വാർത്തകൾ നൽകിയ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് നൽകുമെന്ന കാര്യവും ദിലീപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ അഭിഭാഷകരും സ്ഥിരീകരിച്ചു. അനുകൂല വിധി ലഭിച്ചതോടെ സിനിമാ മേഖലയിലേക്ക് ശക്തമായി തിരിച്ചുവരവിനും താരം തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കിയ താരസംഘടനയിലേക്ക് അധികം വൈകാതെ അദ്ദേഹം തിരിച്ചെത്തുമെന്നും വിലയിരുത്തലുകളുണ്ട്. ഈ കേസിലെ പ്രധാന പ്രതി പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ നാടകീയമായിട്ടായിരുന്നു. അയാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം കോടതിയിൽ ഓടിക്കയറി കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. അത് ഈ കേസ് പരിഗണിക്കുന്ന കോടതിയിലായിരുന്നില്ല, മറ്റൊരു കോടതിയിലായിരുന്നു. കോടതി മുറിക്കുള്ളിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പൾസർ സുനിയെ ബലമായി അറസ്റ്റ് ചെയ്തത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തതിൽ പറയുന്നത് ദിലീപിന് പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതിയിരുന്നു എന്നാണ്. അത് എഴുതുന്നത് ഏകദേശം ഏപ്രിൽ മാസത്തിലാണ്. സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി 17-നാണ്. ഏപ്രിൽ 2-ാം ആഴ്ചയിൽ പൾസർ സുനി ജയിലിൽ നിന്നൊരു കത്ത് എഴുതുന്നു. ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പൾസർ സുനിയുമായി ബാർഗെയിൻ ചെയ്യുകയായിരുന്നു, ഒതുക്കി തീർക്കാൻ വേണ്ടിയെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ പോലീസിനുണ്ടായിട്ടുണ്ട്. പോലീസ് തന്നെ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലെ തെളിവുകൾ മറ്റാരും തന്നെ ഊഹിച്ച് കണ്ടെത്തിയതല്ല. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ദിലീപ് കൊടുത്ത പരാതിയുടെ കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത ദിലീപിനെ കോടതി മുൻപാകെ പോലീസ് ഹാജരാക്കിയായിരുന്നു. ഇന്ന് ദിലീപ് പ്രതികരിച്ചത് പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. അന്നത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയതെന്നായിരുന്നു നടന്റെ പ്രതികരണം. അതിനായി കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്നായിരുന്നു. എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് തന്നെ പ്രതിയാക്കാനായിരുന്നു. തൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധിയാണെന്ന് വന്നത്. വിഷയത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മഞ്ജു വാര്യരായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ പ്രവർത്തകർ ചേർന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു വെളിപ്പെടുത്തൽ. ഇതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി മാറുന്നത്. ഡ്രൈവറും സഹായിയും ഉൾപ്പെട്ട കേസിലേക്ക് വമ്പന്മാർ പ്രതിപ്പട്ടികയിലെത്തുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ദിലീപ് ജയിലിലുമായി. ഈ സംഭവത്തെയാണ് തനിക്കെതിരായ ഗൂഢാലോചനയായി ദിലീപ് ഇപ്പോൾ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയും വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. 8-ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു. പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ബലാത്സംഗം, ഗൂഢാലോചന, മാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, അന്യായ തടങ്കൽ, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. എന്നാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും കോടതി പറഞ്ഞു.